വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എവിടെയുള്ളത് എന്നല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് വരിക്കാശ്ശേരി മനയാണെന്ന്. ഒരുപാട് ഫിലിമുകൾ ഷൂട്ട് ചെയ്ത ഒരു മനയാണ് കേട്ടോ ഇത്. അതെല്ലാവർക്കും ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഈ മനയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു റൂമാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ വിൻഡോ കൂടെ പുറത്തുള്ള കാർ പാർക്കിംഗ് ഏരിയ എല്ലാം കാണാം കേട്ടോ. നേരെ പുറത്തേക്ക് ഇറങ്ങിയ നടുമുറ്റാണ് കാണുന്നത് കേട്ടോ. ഇവിടുത്തെ ഹൈലൈറ്റ് വന്നിട്ട് നടുമുറ്റം തന്നെയാണ് കേട്ടോ. ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് എല്ലാവരും എടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഹോള് പോലത്തെ ഒരു സംഭവമാണ്. ഇതിന് എന്താ പറയുന്നത് എനിക്ക് ശരിക്കും അറിയില്ല. ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് കാണാം കേട്ടോ. ഞാൻ വരുന്ന ഓരോ സമയത്തും വ്യത്യസ്തമായിട്ട് കാണാറ്. അത് ഓരോ ഫിലിമിൻ്റെ ഭാഗമായിട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ ഇവിടുത്തെ പെയിൻറ്റിങ്സ്. പിന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് തൂണിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ നടന്ന് വരാൻ നല്ല രസമാട്ടോ ഈ വരാന്തയിൽ കൂടെ. അങ്ങനെയും കുറച്ച് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഭയങ്കര രസമാണ് ഇവിടെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ വീട് മൊത്തം നടന്ന് കാണുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഡോറ്, ഇവിടെയാണ് സ്റ്റെയർ ഉണ്ടായിരുന്നത്. അത് അടച്ചിട്ടിരിക്കുക, അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. പിന്നെ ഇങ്ങനെ ഓരോ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും അത്ര നല്ലതൊന്നുമല്ല. നമ്മൾ ഓരോ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ വരുമ്പോഴാണ് അവിടെയൊക്കെ നല്ല ഭംഗിയിൽ ചെയ്യാറ്. എല്ലാ റൂമുകളും പൂട്ടിയിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ നന്നാക്കിയ റൂമുകളായിരിക്കാം. അതൊന്നും നമുക്കവിടെ എൻട്രൻസ് അവിടേക്ക് ഇല്ല കേട്ടോ. പിന്നെ പുറത്തേക്ക് വന്നപ്പോഴേക്കും ഇങ്ങനെ നമുക്ക് പുറത്തുള്ളൊരു കാർ പാർക്കിങ്ങോ ഊട്ടുപുര അങ്ങനെ എന്തോ ഒരു സംഭവം കണ്ടു കേട്ടോ. ഞങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് കാണാനും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് റൂമാണ്. ഈ റൂമിൻ്റെ നിലമ്പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൻ്റെ വേറെ 2 സൈഡിലായിട്ട് വാതിലുകളുണ്ട്. അവിടെ പോയിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള കുഞ്ഞു വാതിലുകളും പിന്നെ അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു രസമുണ്ട് കാണാൻ. അവിടുത്തെ നിലമ്പണി എന്തായാലും കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ പുറത്താണ് ചെരുപ്പൊക്കെ ഊരിയിടുക. അത് നമുക്ക് ചെരുപ്പൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് അലവ് അല്ല. പിന്നെ വേറെ സെക്ഷനിലേക്ക് പോയപ്പം ഇവരുടെ കിച്ചൻ്റെ ഒരു ഏരിയയുടെ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു വാതിലൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ കിണറാണ് അവരുടെ. നമ്മൾ ഈ പണ്ടത്തെ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ അകത്ത് നിന്നിട്ട് തന്നെ കോരാൻ പറ്റുന്ന ഒരു കിണറാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം കോരി താഴെ പോകുമ്പോൾ ഉള്ളൊരു ഓവ് പോലെ താഴെയും ഒരു കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കാണാൻ. ഞാൻ എല്ലാ പ്രാവശ്യം വരുന്നെങ്കിലും ഇതൊക്കെ ഇപ്രാവശ്യമാണ് ഞാൻ കണ്ടത് കേട്ടോ. കിണറിന് നല്ല ആഴം വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് അവരുടെ അടുക്കള. നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണാറില്ല ഇവരെ അടുക്കള. അവിടെ വലിയൊരു ഓരലും ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ഭാഗത്തായിട്ട് ഈ ഒരു കിണറിൻ്റെ ഒരു ഭാഗവും കാണിക്കുന്നുണ്ട് ഈ സൈഡിൽ. പിന്നെ ഇത് അടുക്കളയുടെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പത്തായുണ്ട്, ഒരു കുഞ്ഞ് സ്റ്റെയർ ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ സ്റ്റെയറിൽ കയറി നോക്കി പത്തായത്തിൽ എന്താണുള്ളത് നോക്കുമ്പോൾ ഒരു 5-6 തേങ്ങയാണ് കേട്ടോ നമ്മുടെ പത്തായത്തിൽ കിടക്കുന്നത് കണ്ടത്. അതും കണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വരികട്ടോ ചെയ്തത്. പിന്നെ നേരെ പുറത്തിറങ്ങിയപ്പോൾ ഒരു വലിയൊരു ഊട്ടുപുര പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല കേട്ടോ. വല്ല ഫങ്ഷൻസ് നടക്കാനുള്ള സ്ഥലമാണോ, പിന്നെ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഫിലിം ആക്ടേഴ്സൊക്കെ വരുമ്പോൾ അവരുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. എന്താ സംഭവം മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് കണ്ടു കേട്ടോ. പിന്നെ കുറേ റൂമും ഷെൽഫുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു പണ്ടത്തെ എല്ലാ ഒരു പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വരിക്കാശ്ശേരി മന ഉണ്ട് കേട്ടോ. പിന്നെ അതാ കുറേ തിരക്കാണ്. ഞാൻ എന്നാലും അതിനിടയിൽ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. കുറേ നമ്മുടെ യൂട്യൂബിൽ ഇതിൽ കുറേ വീഡിയോസ് ഉണ്ട്. എന്നാലും നമ്മുടെ ചാനലിൽ ഈ വീഡിയോ വരട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ റൂമിൽ നിന്നൊക്കെ പുറത്ത് വന്ന് നമ്മുടെ മെയിനായിട്ടുള്ള സ്ഥലമാണ്. അറിയാലോ, നമ്മുടെ ഒരുപാട് മോഹൻലാലിൻ്റെ ഫിലിമിലും ഒക്കെ ഈ ഒരു ഫ്രണ്ട് ഭാഗമാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഈ വീടിൻ്റെ മുഖഭാഗം അന്ന് കാണിക്കാൻ പറ്റിയില്ല. എന്തോ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കണോണ്ട് അവിടെ ഫുള്ള് പന്തലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ തൊട്ടപ്പുറത്തെ ഒരു വീടും കൂടി നമ്മുടെ ഈ കാര്യസ്ഥലിൽ 2 വീടായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, ആ ഒരു വീടാണ് കേട്ടോ ഇത്. അത് ഫുള്ള് അത് മാത്രമല്ല ഒരുപാട് ഫിലിമുകളുണ്ട്. എനിക്ക് പെട്ടെന്നൊരു ഓർമ്മയിൽ വന്നത് അതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്, ഒരു ചെറിയൊരു ചാഞ്ഞ് കിടക്കണ മാവ്. അവിടെയൊക്കെ വന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ മനയിൽ വന്ന് എപ്പോഴും ഒരു ആന ഉണ്ടായിരിക്കും കേട്ടോ. അതെന്താണെന്നറിയില്ല. ആ ആനേനെ കുറച്ച് ദൂരെ വന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കയറും കെട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയി ഡിസ്റ്റർബ് ചെയ്യണോണ്ടായിരിക്കാം അങ്ങനെ അവിടെ കെട്ടൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇനി നമുക്ക് അപ്പുറത്തെ സെക്ഷനത്തെ ആ ഒരു മനയുടെ ഒരു ഭാഗത്തേക്കും കൂടെയും കടക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു നീറ്റായിട്ട് അവരിങ്ങനെ കൊണ്ട് നടത്തുന്നുണ്ട് കേട്ടോ. കയറി വന്നപ്പോൾ തന്നെ ഓണത്തിൻ്റെ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് കുറേ കുത്താമ്പുള്ളിത്തെ ഈ സാരികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലേക്ക് പോകാൻ കേട്ടോ. ഈ സ്റ്റെപ്സൊക്കെ വന്നിട്ട് നല്ല മരം കൊണ്ടുണ്ടാക്കി പണ്ടത്തെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വരാന്തയിലേക്ക് നമ്മൾ കയറി വന്നു. ഈ വരാന്ത കാണുമ്പോൾ തന്നെ എനിക്ക് രാപ്പകൽ ഫിലിമില്ലേ മമ്മൂട്ടിയുടെ,
നയൻതാരയുടെ ഫിലിം, അതിൽ അവരുടെ ഇങ്ങനെ വെള്ളം കൊണ്ടിരുന്നതും അവിടെ ഇരുന്നിട്ട് അങ്ങനെ കുറേ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നടന്നിട്ടുള്ളത്. ഒരുപാട് ഫിലിം, ഈ ഒരു ഫിലിം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ വരാതെ കൂടെ നേരെ വന്ന് ലാസ്റ്റ് ആയിട്ട് റൂം ഉണ്ട് കേട്ടോ. അത് കൂടെ താഴെ ഇറങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ കഥാനായകൻ ഫിലിം ഉണ്ടല്ലോ, നമ്മുടെ ജയറാമിൻ്റെയും KPS ലളിത്, അത് ലാസ്റ്റ് KPS ലളിത് അവരുടെ നിധി എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞോടോടില്ല ഇങ്ങനെ റാന്തലൊക്കെ പിടിച്ചിട്ട് ആ ഒരു ചെയറാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതിൽ ഭയങ്കരമായിട്ട് വലിയൊരു കുണ്ടിലേക്ക് പോണ പോലെയാണ്, പക്ഷെ ഇത് അത്ര ആഴമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി, എന്നിട്ട് പറയുകയും ചെയ്തു നമ്മുടെ ആ ഒരു ഫിലിമിലുള്ള ഒരു ഭാഗം ഇവിടെ അല്ലേ നടന്നിരുന്നത് കേട്ടോ. കുഞ്ഞ് സ്റ്റെയറാട്ടോ, എനിക്ക് കയറാൻ തന്നെ നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീട് കാണുമ്പോൾ വേഗം ഇങ്ങനെ ഓർമ്മ കിട്ടിയിട്ടോ. പിന്നെ ആ ഒരു മുകളിൽ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചങ്ങോട്ട് ബാക്കിലോട്ട് കുറേ ഫിലിമുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിൻ്റെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരുക്കെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഈ വരിക്കാശ്ശേരി മനയിലാട്ടോ. ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു മനയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മളധികം നമുക്കൊരു ഇതൊന്നും ഇല്ല, നമ്മൾ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തുകൂടെ നമ്മൾ കാണാൻ പോകുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് വലിയൊരു കുളം ഉണ്ട് കേട്ടോ. അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് അവിടേക്ക് ഇറങ്ങാനൊന്നും കാല് കഴുകാനോ ഒന്നും പറ്റില്ല കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മുടെ ഈ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഈ ഒരു മനയിലും ഈ ഒരു കുളത്തിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊക്കെ ഇവിടെ ഓപ്പൺ ആയിരുന്നു. ഇത്ര വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ വരിക്കാശ്ശേരി മനേനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.